നോക്കുന്നീ അതെയാ നോക്ക എന്താക്കണം ഇത്ര കറിവേപ്പില വേണം. നമുക്ക് ശരി എന്താക്കണത് നോക്ക ബെസർത്തിനാ തുണിയെല്ലാം ചണ്ടിണ്ട് ഇത്ര ഉള്ളി വേണം. ഉള്ളി കാണുമ്പോഴേ എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലാവൂ എന്താണ് ആക്കാൻ പോണെന്ന്. അപ്പൊ ഇത്ര പച്ചമുളക്, 4 പച്ചമുളക് മതി. കൊറേ വേണ്ട, എരിവ് ജാസ്തി. അപ്പൊ ഏകദേശം പിടികിട്ടി. അതെ. ഇത്ര കരിവേപ്പില, ഉള്ളിന്റെ തോലെല്ലാം എടുക്കണം. കഴുകണല്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം ഉള്ളിന്റെ എല്ലാം തോലെല്ലാം എടുത്തിട്ടായി നമുക്ക് കട്ടാക്കാം. വേഗ കട്ടാക്കിട്ട് എടുക്കാം. പണി തുടങ്ങല്ലേ. അപ്പൊ എങ്ങനെ കട്ടാക്കി നീളത്തിൽ കട്ടാക്കണല്ലേ. ഇത് 2 പച്ചമുളക് ഉണ്ട്, അത് മുറിച്ചിടാം. അമ്മൂ സ്പെഷ്യൽ അല്ലേ. പച്ചമുളക് മുറിച്ചിട്ടായി, ഇതൊന്നിച്ചിടാം നമുക്ക്. കറിവേപ്പില മുറിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ട്, ചെറുതായിട്ട് കട്ടാക്കണം അല്ലേ. എന്ത് നല്ല മുറിക്കുന്നുണ്ടല്ലേ. ഇതൊരു സാധനാക്കാനാ സാധനാക്കാനാ അച്ഛമ്മ പിന്നെ ലാസ്റ്റ് നോക്കി സ്പെഷ്യലായിട്ട് ഒരു സാധനാക്കണ. അതെ ശരി, എന്ത് നോക്കല്ലേ. ഇതാ കറിവേപ്പില ഇട്ടായ്മാ. കറിവേപ്പില ഇട്ട അപ്പൊ ഇത്ര ഒരു ചെറിയൊരു പീസ് ഇഞ്ചി സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ചെറുതായിട്ട് കട്ടാക്കണം ഇഞ്ചി. അച്ഛമ്മയും പേരക്കുട്ടിയും കൂടി എന്താക്കണെന്ന് നോക്കാം. ഞങ്ങളെ ആക്ക ഇതിന്റെ പേര് എന്തെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടില്ല. സവാള മുറിച്ച് വെച്ചിന്, കറുവാപ്പല മുറിച്ചിട്ടിന്, പച്ചമുളക് ഇഞ്ചി കട്ട്, പച്ചമുളക് ഇട്ടിന്. പൊടി പൊടിയായിട്ടല്ലേ. നീളത്തിലാക്കിയാലും ആവൂ. അത് കടിക്കാനേ കിട്ടും. ഇഞ്ചി ഇഞ്ചി ഇട്ടല്ലേ. ഇപ്പോ നമുക്ക് ഇത് കടലപ്പൊടി 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 പിന്നെ മൈദപ്പൊടി. കുഴപ്പമല്ലേ. മൈദപ്പൊടി മൈദപ്പൊടി അല്ലേ. ഇതെത്ര ഇടണോ? മതി, ഒരു ഗ്ലാസിന്റെ അത്ര, ചെറിയൊരു ഗ്ലാസിന്റെ അത്ര. ഉപ്പോ ഉപ്പിടണം. അല്ല പറഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. ഉള്ളി പൊടിയണല്ലേ. ഉള്ളി പൊടിയാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഏകദേശം ഇപ്പൊ അമ്മക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്.
പിന്നെ ഇഷ്ടത്തിന് ആക്കുന്നതിന് കുട്ടിന്ന് ഞാൻ നിന്നിട്ട് നോക്കാം ഇപ്പോഴത്തെ സ്റ്റൈല് എങ്ങനെയുണ്ട് അതെ അതെ അല്ലേ? നമുക്ക് എന്തമ്മോ ചീഞ്ചട്ടി വെച്ചിട്ട് എന്നിട്ട് തീ കത്തിക്കണം. ചീച്ചട്ടി വെച്ചിട്ട് തീ കത്തിച്ചില്ല. എല്ലാം അവിടെ എടുത്ത് അവിടെ ഒരിക്കലും വെച്ച് എണ്ണ ഒഴിക്ക്. ആയാണ് മുമ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊറേ എണ്ണ വേണോ? കൊറേ ഇത് ചുടിന് അത്ര എണ്ണ വേണ്ടേ? മുങ്ങണം അല്ലേ? ഇതെല്ലാം നമുക്ക് എടുത്തോട്ടെ കൊണ്ടുപോയി വെക്കാം. അതെ. എന്താ പരിപാടി നടക്കണ്ടല്ലേ? ആക്കുന്നുണ്ട്. ആയി. മോനും വന്നിട്ട് എത്തി. അതെ. ഓന് ഉണ്ടായിട്ടില്ല. പണി വിട്ട് വരുമ്പോ പരിപാടി നടക്കണ്ട ഇവിടെ. അതെ. എന്തോ അറിയുന്നില്ല, ഒന്നും പറയുന്നില്ല, സസ്പെൻസ്. ഇത് ഉള്ളിവട പിന്നെ ഉള്ളിവടകൾ അടിപൊളി. ഒരു പൊടി എണ്ണ ചൂടായാ? ചൂടായി. അപ്പൊ നടക്കട്ടെ ഉള്ളിവടയുടെ പരിപാടി. ശരി. അപ്പൊ ഞാനിന്ന് വരുമ്പോ സ്പെഷ്യലായിട്ട് മാങ്ങ കൊടുക്കും. നമുക്ക് ഇവിടെ മാങ്ങ കിട്ടുന്നില്ല. ഇപ്പൊ പൂവേ മരത്തില് പൂ പിടിച്ചോണ്ടുണ്ട് അത്ര ഇങ്ങനെ. അപ്പൊ നല്ല വലിയ വലിയ മാങ്ങ കാണുമ്പോ സിദ്ധാപുരത്തുനിന്ന് കണ്ടത് അടിപൊളി. നല്ല മാങ്ങ അല്ലേ? 1 നമ്പർ മാങ്ങ. ഇത് 1 കിലോ ഉണ്ട് മാങ്ങ. 250 രൂപ. ഓ, ഇപ്പൊ സീസൺ അല്ലല്ലേ? സീസൺ അല്ലല്ലേ? അതെ. നല്ല മണമുണ്ട്. നല്ല മണക്കിന്. തിരിച്ചിട്ടാ? തിരിച്ചിട്ട് കളർ ചേഞ്ച് ആയി അല്ലേ? കളർ ചേഞ്ച് ആയി. അപ്പൊ ഒന്ന് തിരിച്ചിട്ട് പിന്നെ മുഖത്തെല്ലാം തെറിക്കണം. നോക്കിട്ട് പണിയെടുക്കണം. അതെ നോക്കിട്ട് പണിയെടുക്കണേ. മുഖത്തല്ല എണ്ണ തെറിച്ചാലും മുഖം വിളക്കാവും. എണ്ണ ഇതായി പോകണം അല്ലേ? നല്ല സൂപ്പർ കളറ്. അതില് ഇതൊന്ന് നമുക്കിപ്പൊ ആക്കാം. മുറിച്ചിട്ട് ഉള്ളിവടന്റെ ഒപ്പം നമുക്ക് ചായ കുടിക്കുമ്പോ ടേസ്റ്റ് നോക്കാം. ബാക്കി ഇത് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് എടുത്തിട്ട്. ആയിക്കോട്ടെ. മുറിക്കണ മുറിച്ചിട്ട് ആ പ്ലേറ്റിൽ വെക്ക്. അടിപൊളി അടിപൊളി കളറല്ല? അതെ. ഞാൻ അന്നാ നല്ല ഉണ്ടാവല്ലോ വിചാരിച്ച്. നല്ല ഉണ്ടാ നോക്കണെങ്കിൽ നമ്മള് തിന്ന് നോക്കിയാലേ അറിയുള്ളൂ. അല്ല, ചിലത് ഉള്ളിൽ കേട് വന്നിട്ടുണ്ടാവും, മേലെ ഭാഗമുണ്ടാവും. അതെ അതെ. ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ വലട്ടാ? അതെ. അതുകൊണ്ട് നല്ല ഉണ്ടാവും. ഓഹോ, അടിപൊളി ഡിസൈൻ ആക്കിനല്ല അമ്മു? അതെ. ആഹാ, അടിപൊളി ഡിസൈൻ ആയല്ലേ? അപ്പൊ ഇതൊക്കെ ഒരു ലേസ് ചെറുങ്ങനെ സൈഡ് ഉപ്പ് വെച്ച് കൊടുക്കാം. ഒഴിക്കാം വലട്ടാ. ഇത് ഉള്ളിവട അല്ലേ? ഉള്ളിവട ഞാൻ തിന്ന് നോക്കിട്ട് പറയാ. സൂപ്പർ ഉണ്ട്. മക്കറ മൊറ പറയുന്നുണ്ട്. മാങ്ങയ്ക്ക് കന്നിട്ട്
കുറച്ച് ഉപ്പിട്ടമ്മ. അതെയല്ലേ ചുമ വരൂല ഉപ്പിട്ടാല്. ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ലേ? അതെ അതെ അതെ. സൂപ്പർ ഉണ്ട് ഇത്. ഉപ്പുക്കും മധുരത്തിനും എല്ലാത്തിനും സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ തിന്നു നോക്കി കേട്ടോ. അപ്പൊ ഇവരുടെ കൂടെ നാനും ചായ കുടിക്കട്ടെ. അതെ ചായ കുടിക്കും. അപ്പൊ ബാലേട്ട പണി വിട്ട് വന്നതും ഇതെല്ലാം റെഡിയാക്കി അതെ വെച്ചു. അതെ. എന്നാ പറയട്ടെ, ചായക്കുള്ളത് ചായക്ക് ചൂട് ചൂട് ഉള്ളി വടയും ചൂട് കട്ടൻ ചായ. ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. അമ്മു ആക്കിയ വട, ഉള്ളിവട. അതെ, സൂപ്പർ കണ്ടീഷൻ. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ഉണ്ട്. കുറച്ച് മാങ്ങ തിന്ന് നോക്കാം. ഉപ്പ് വേണ്ടേ? നല്ല മധുരമുണ്ട്. നമ്മള് ശരിക്കും നമ്മുടെ ഈ മരത്തിൽ കിട്ടുന്ന മാങ്ങല്ലേ, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള അത്ര ഇതില്ല, ടേസ്റ്റ് ഇല്ല, കുറവുണ്ട്. അതെ, എന്നാലും തരക്കേടില്ല, മധുരമുണ്ട്. അപ്പൊ അമ്മു ചായക്ക് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കി. അപ്പൊ നമ്മു തിന്ന് നോക്ക്, ആക്കിയ ആള് ഒരു രസ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അതെ, അപ്പൊ നല്ല ഉണ്ട്. ഉപ്പെല്ലാം ശരിയ ഇട്ടിട്ടുണ്ടല്ലോ. ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. അതെ. ബൈ.